പണ്ടൊക്കെ പ്രമേഹമുണ്ടാകുന്നത് ഒരു 60 വയസ്സ് കഴിഞ്ഞ് കുറേയേറെ പ്രായം ആയവരിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വളരെ ചെറുപ്പക്കാർക്ക് പോലും പ്രമേഹമുണ്ടായി കാണാറുണ്ട്. അമിതമായ വണ്ണവും അതേപോലെ തന്നെ പാരമ്പര്യവും ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുകയും എക്സസൈസ് ഇല്ലാതിരിക്കുകയും വ്യായാമങ്ങൾ ഒട്ടുമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിലാണ് ഇത് സാധാരണയായി കാണുന്നത്. ഇങ്ങനെ വരുന്ന പ്രമേഹത്തിന് സാധാരണയായി എല്ലാവരും അലോപ്പതി ചികിത്സ അല്ലെങ്കിൽ ആധുനിക വൈദ്യത്തിൻ്റെ ചികിത്സ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രാവശ്യം ഗുളികകൾ കഴിച്ചു തുടങ്ങിയാൽ അത് ഏതാണ്ട് ആജീവനാന്തം തുടർന്നു പോവുകയും അവസാനം ഇൻസുലിനിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന പ്രമേഹം ആദ്യ കാലഘട്ടത്തിൽ തന്നെ ആയുർവേദം ചെയ്തു തുടങ്ങിയാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും അത് മാറിക്കാണുന്നുണ്ട്. അഥവാ ഇനി അത് മാറിക്കാണുന്നില്ലെങ്കിൽ നിങ്ങൾ അലോപ്പതി കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന അലോപ്പതി ആധുനിക വൈദ്യത്തിൻ്റെ ഔഷധങ്ങളോടൊപ്പം തന്നെ ആയുർവേദത്തിലെ ചില പൊടികളും അതേപോലെ തന്നെ ചിലതരം ആഹാരങ്ങളും ആയുർവേദം നിർദ്ദേശിക്കുന്ന ചിലതരം ആഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുളികളുടെ അളവ് കാര്യമായി കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ആ ഗുളികൾ നിർത്താനും കഴിയുന്നുണ്ട്. ഇങ്ങനെ ചില ഔഷധങ്ങൾ നമ്മൾ വേദഗ്രാമിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സ്പ്രോട്ടോൺ എന്ന് പറഞ്ഞൊരു പൊടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്പ്രോട്ടോൺ പൊടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമായിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ അത് പാലിൽ കാച്ചി കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ ലോ കലറിയുള്ള ഈ ആഹാരം പ്രമേഹം കൂട്ടാതിരിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ മേഹാന്തകം എന്ന് പറഞ്ഞൊരു ചൂർണ്ണം ഉണ്ടാക്കുന്നുണ്ട്. ആ ചൂർണ്ണം രാവിലെയും വൈകിട്ടും 5 ഗ്രാം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രമേഹത്തിൻ്റെ ആധിക്യം നന്നായി കുറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി ഔഷധങ്ങളോടൊപ്പം തന്നെ ഇത് കഴിച്ചു തുടങ്ങുകയും ക്രമേണ ഔഷധങ്ങൾ ഈ പ്രമേഹം കൺട്രോളായി വരുമ്പോൾ എല്ലാ ഔഷധങ്ങളും നിർത്താനും കഴിയുന്നതാണ്. ദീർഘകാലമായ പ്രമേഹം കൊണ്ടോ അല്ലെങ്കിൽ അതുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളായ ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കിഡ്നിക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇതൊക്കെയായിട്ട് ബുദ്ധിമുട്ടുന്നതാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആയുർവേദം കൊണ്ട് ഇതിനെന്ത് പരിഹാരമുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ എക്സ്പെർട്സ് കൃത്യമായി നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ ശ്രദ്ധിക്കുക.